മണി 10 എന്താ പറ്റിയേക്കണാവോ? അമ്മേ, ദേ വരുന്നുണ്ട്. കൂടുതൽ എന്താ പറ്റിയെന്ന് തോന്നുന്നേ. ചില്ലറ വെയിറ്റ് ഒന്നും അല്ല. എന്റെ ഈശ്വര, എന്ത് പറ്റി? ഒക്കെ ഇവിടെ തന്നെ വിശദീകരിക്കണോ? ഏട്ടൻ പൊയ്ക്കോ, ഞങ്ങൾ വെച്ചോളാം. പിടിക്കട്ടെ. ബാക്ക് വീല് സ്റ്റക്കായിന്നാ തോന്നണേ. അയ്യോ, അവൻ ആകെ ദേഷ്യം പിടിച്ച് പോയിരിക്കാ. ചെന്നല്ലോ വിളമ്പിക്കൂടെ. വണ്ടിക്ക് എന്താ പറ്റിയത്? പറ്റിയല്ല, പറ്റിച്ചതാ. എന്താന്ന് പറ. അതൊക്കെ പിന്നെ പറയാം. അയ്യോ, ഇവിടെ തിരുമിയോളെ. ശരിയാ, വല്ല പിണ്ണ തലയിട്ടൊന്ന് ആവി പിടിക്കണം, അല്ലെങ്കിൽ കൈ പോക്കാൻ പറ്റില്ല. നീ ഒന്നും തിരുമ്പി തരണേ. എന്താടി അച്ഛൻ പറഞ്ഞോണ്ടൊന്നും ചെയ്യുന്നില്ല. അയ്യോ, പട്ടികൾക്കൊക്കെ നല്ല പോരായി. കുറച്ച് കൊതു തിന്നിട്ടുണ്ടാവും. 4-5 കിലോമീറ്റർ തള്ളി മനുഷ്യന്റെ ഊപ്പാട് വന്നു പോയി. വണ്ടിയല്ലേടാ, ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതല്ലമ്മേ, ഞാനെത്ര ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വണ്ടി ഓടിക്കണേ. പിന്നെ ജോലിക്ക് പോണ്ടേ? വണ്ടി ഓടിച്ചോടിച്ച് ചങ്ക് ഇറങ്ങി തുടങ്ങി. ബസ്സിൽ പോവാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞോണ്ടല്ലേ അച്ഛൻ വണ്ടി മേടിച്ചു തന്നത്? അതുകൊണ്ട് എന്താ കാര്യം? വണ്ടിയുടെ അവസ്ഥ ഉണ്ടല്ലേ. ഇത്ര നാളും അങ്ങനെ തന്നെ അല്ലേടാ പോയത്? ഇത്ര നാളെന്ന് പറഞ്ഞ അച്ഛൻ ഇവിടെ ജോലി ഉണ്ടായിരുന്നു. ഇപ്പൊ അച്ഛൻ ജോലി ഇല്ലല്ലോ. ശരി, തന്നെ ഒരു വീടെടുത്ത് മാറി താമസിച്ചാലോ എന്ന് ആലോചിക്കാം. മാറി താമസിക്കാനോ? വാടകയ്ക്കോ? നീ എന്തൊക്കെയായി പറയണേ? വാടകയല്ല, പിന്നെ പറ്റിയൊരു വീട് വാങ്ങിക്കോ പണിയോ എന്തെങ്കിലും ചെയ്യാം. അച്ഛനമ്മ എന്റെ കൂടെ പോരെ. ഞാൻ നല്ല പൊന്നു പോലെ നോക്കിക്കോളാം. പിന്നെ രാധയ്ക്കാണെങ്കിൽ അവിടെ നിന്ന് പഠിക്കുകയും ചെയ്യാം. കാര്യമൊക്കെ കൊള്ളാം, പക്ഷേ ഇതിനൊക്കെ എവിടുന്ന പണം? അച്ഛനായിട്ട് രൂപയില്ലേ? അതിന് 50,000 രൂപ സുമിത്ര ചോദിച്ചിരിക്കുക. ബാലിനെന്തോ ബിസിനസ് തുടങ്ങാൻ. ആവശ്യമുള്ളപ്പോ തിരിച്ചു തരാന്നാ പറയണേ. ബാക്കി 1 ലക്ഷം ഇല്ലേ അമ്മേ? അതുകൊണ്ട് വീട് കിട്ടൂടാ. ഓരോരുത്തർ ലോൺ എടുക്കാം. അതിപ്പോ അച്ഛനെന്താ തീരുമാനിച്ചിരിക്കണെന്ന് അറിയില്ലല്ലോ. രാധയ്ക്ക് ആലോചന എന്തെങ്കിലും വന്നാ? അവർക്ക് അതിനു വേണ്ടി വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അമ്മേ. എപ്പോഴാവശ്യം വെച്ചാൽ ഞാൻ തിരിച്ചു തന്നേക്കാം. ഇല്ലെങ്കിൽ ശമ്പളം കിട്ടുമ്പോൾ ഒരു തുക ചെയ്ത് അച്ഛന്റെ പേര് ബാങ്കിലിട്ടോളാം. ഞാൻ അച്ഛനോട് പറയാം. ചെന്ന് പറ. തലവേദന എന്ന് പറഞ്ഞ് ലീവ് എടുത്തിട്ട് വെയിലത്തിറങ്ങി നടക്കുക. ഇപ്പൊ കുറച്ച് കുറവുണ്ട്. ഏട്ടൻ സിറ്റിയിൽ വീട് വെച്ച് അച്ഛനെ അമ്മയും അങ്ങോട്ട് കൊണ്ടുപോകുന്നു കേട്ടു. അതൊന്നും തീരുമാനിച്ചിട്ടില്ലടാ. ഇനി പോയാൽ തന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ നിൽക്കാനൊന്നും പോണില്ല. കുറച്ചു ദിവസം അവന്റെ കൂടെ, കുറച്ചു ദിവസം നിന്റെ കൂടെ മാറി മാറി നിൽക്കാം. എന്താ? ഞാനും സിറ്റിയിൽ ഒരു വീട് വെച്ചാലോ എന്ന് ആലോചിക്കാം. നിനക്ക് ഈ വീടില്ലേ? ഓ, എനിക്കെന്തിനാ ഈ പഴഞ്ചൻ വീട്? ഞാനും ഏട്ടനെ പോലെ 10-25 കിലോമീറ്റർ പോയിട്ടല്ലേ ജോലി ചെയ്യണേ. നല്ല മോഡേൺ സ്റ്റൈലിൽ സിറ്റിയിൽ ഒരു വീട് വെക്കണമെന്ന് എനിക്ക് വലിയ മോഹം. അതിനിപ്പോ എവിടുന്നാ പണം? അച്ഛന് കിട്ടിയത് എത്രയാണെന്ന് നിനക്കറിയാലോ. അത് സുമിത്രയും ഹരിയും കൂടി ചോദിച്ചിരിക്കുക. ഈ വീട് വിൽക്കാം. എത്ര കൊല്ലം പഴക്കമുള്ളതാ? ഏത് കാറ്റത്താ ഇടിഞ്ഞു വീഴുന്നെന്ന് വല്ല നിശ്ചയമുണ്ടോ? മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അസ്ഥിത്തറ ഇവിടെയല്ലേ ഉള്ളത്. അത് വിട്ടിട്ട് പോവാൻ അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നണില്ല. അമ്മ പറഞ്ഞ അച്ഛൻ കേൾക്കാണ്ടിരിക്കില്ല. ഞാൻ പണിയുന്ന വീട്ടില് അച്ഛനും അമ്മയ്ക്ക് നല്ല സ്റ്റൈലിനൊരു ബെഡ്റൂം. അതല്ല, രാധയുടെ കാര്യത്തിന്. അതിന് ഞങ്ങൾക്കും കൂടി ഉത്തരവാദിത്വം ഇല്ലമ്മേ. ശമ്പളം കിട്ടിയ മാസം 500 രൂപ വെച്ച് അച്ഛന്റെ പേരിൽ ബാങ്കിൽ ഇട്ടിട്ട് ഞാൻ വീട്ടിൽ കയറൂ. എന്തായാലും അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. ചോദിച്ചാ പോരാ, സമ്മതിപ്പിക്കണം. ശക്തി പറഞ്ഞ ശിവൻ കേൾക്കാണ്ടിരിക്കോ? ഭർത്തൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ തോയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ
സത്യപ്രതിജ്ഞാനാക്കിയിടുക. എന്താ അത്? അരുവേ മേന്ന് അലുവ കടയിൽ നിന്ന് വാങ്ങാനല്ലേ പറ്റൂ. എനിക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. എന്താ പതിവില്ലാണ്ടത്? കുട്ടികളറിയാതെ നമുക്ക് രണ്ടാൾക്ക് മാത്രം കുറച്ചുണ്ടാക്കിയതാ. ഹൈ, കുട്ടികൾ അറിയണ്ടേ? അയ്യേ, തനിക്കിത് എന്തു പറ്റി? ഈ പ്രായത്തിൽ ഇങ്ങനെ നമുക്ക് മാത്രമായിട്ടൊരു മധുരം ഉണ്ടോ? ഈ ചിരിയിൽ എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. എനിക്കറിയാം ഞാൻ ഇങ്ങനെ പറയുള്ളൂന്ന്. അച്ഛന് കിട്ടിയ പണത്തിന് മക്കളെ ചില പദ്ധതികളൊക്കെ കൂട്ടണുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു അച്ഛന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞൂടല്ലോ എന്ന്. അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? 250 റുപ്യ ശമ്പളക്കാരനായിട്ടാ ഞാൻ തന്റെ കൈക്ക് പിടിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മാത്രമായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? ശമ്പളം കൊണ്ടുവന്ന് ഏൽപ്പിക്കണമല്ലാതെ എന്തെങ്കിലും കണക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? ഓണമായാലും വിഷു ആയാലും കല്യാണമായാലും പിറന്നാളായാലും ബഡ്ജറ്റ് ഇടുന്നതും തീരുമാനം എടുക്കുന്നതും ഒക്കെ താനല്ലേ? നാളെ തന്നെ ആ രൂപ മുഴുവൻ തന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം. എന്താ വേണ്ടെച്ചാ ചെയ്തോളൂ. കുട്ടികളുടെ പദ്ധതികൾ എന്താണെന്ന് അറിയണ്ടേ? അച്ഛൻ വലിയ എതിരും പറയുമെന്നാ എന്റെ പേടി. നീ മനസ്സമാനായിട്ട് കിടന്ന് ഉറങ്ങ. അതൊക്കെ അമ്മ പറഞ്ഞ് സമ്മതിപ്പിച്ചോളൂ. വീട് വിൽക്കാൻ പറ്റില്ലെന്ന് അച്ഛൻ പറഞ്ഞ എന്താ ചെയ്യാ? കോടതിയിൽ കേസൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അച്ഛന്റെ സ്വന്തം സമ്പാദ്യല്ലേ, ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അല്ല, നീ നിയമവും വകുപ്പൊക്കെ എവിടുന്നാ പഠിച്ചേ? ഓ, ഇതൊക്കെ അറിയാൻ ബാക്കിയിൽ പഠിക്കൊന്നും വേണ്ട. ഈശ്വര, അച്ഛന് നല്ല മനസ്സ് തോന്നിയാ മതിയായിരുന്നു. ഓക്കെ, അപ്പോ മാസം ഏതാണ്ട് 1000 റുപ്യയോളം നമ്മുടെ കയ്യിൽ വരും. വിഷുക്കൈനീട്ടം കൊടുക്കാനോ പിറന്നാൾ സമ്മാനം വാങ്ങാനോ അത് ധാരാളം. വേണമെങ്കിൽ ചോറ്റാനിക്കരയിലോ ഗുരുവായൂരിലോ എവിടെ വെച്ചാ ഇഷ്ടം പോലെ പോയി തൊഴിയാവാം. പിന്നൊരു കാര്യം, കുട്ടിയോട് നമുക്കൊരുക്കുന്ന സ്റ്റൈലൻ ബെഡ്റൂമിൽ വന്ന് ഇടയ്ക്ക് എനിക്ക് കാലെരുമി തരണം, മുറുക്കാനെടുത്തു തരണം. മുറുക്കാനോ? നിർത്തിയ ദുശീലങ്ങളൊക്കെ പിന്നെയും തുടങ്ങാൻ പോവാ. ഓ, മനുഷ്യനായ എന്തേലും ഒരു ദുശീലം വേണോടൂ. അതൊന്നും ഇനി വേണ്ട. ആ, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ ദിവസം ഒരു 2 മണിക്കൂറെങ്കിലും എന്നോടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഒരു പ്രായം കഴിഞ്ഞാ പിന്നെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനാടോ ഒരു സുഖം. പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അലുവയോ ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടാക്കുക, ഒരു നിവേദ്യം പോലെ. ആ, പിന്നെ കുട്ടികളുടെ വീട് പണിയും രാധയുടെ മംഗല്യം ഒക്കെ മംഗളമായിട്ട് നടന്ന ഗുരുവായൂരൊന്ന് കുളിച്ചു തൊഴാവുന്ന നേർന്ന് ഒരു 101 റുപ്യ എടുത്ത് കിരീട്ടി വെക്കുക. അതൊക്കെ ഞാൻ എടുത്തു വെച്ചു കഴിഞ്ഞു. ആഹാ, എന്നാ ഇനി ഇതിന് മധുര. ആ കാറ് പൊക്കോണ്ടേയിരുന്നു. ഒരു വളവ് തിരിഞ്ഞതും കാത്തിരുന്ന മതി. നീ വാലടച്ചിരുന്ന് ഉറങ്ങാൻ നോക്ക്. ഇനി വന്ന വരാന്തല്ല എങ്ങനെ കിടന്നോട്ടെ. പ്രായമായ മനുഷ്യനല്ലേ, അങ്ങനെ വലിയ സിമ്പിളൊന്നും തോന്നേണ്ട കാര്യമില്ല. ഈ തന്ത ആയുഷ്കാലം നന്നാവാൻ പോകുന്നില്ല. അടിച്ച വഴിയെ പോയില്ലേ, പോയ വഴി അടിക്കണം. തന്ത ആയാലും ശരി, മോനായാലും ശരി. ദീപ സ്വയം വാല് ഓർക്കട്ടെ. രാത്രിയല്ലേ സാറേ, എന്തെങ്കിലും കൊടുത്താ? രാത്രി റോഡിന് നീളം കൂടു. സാറിന് 10 രൂപ കൊടുക്കുള്ളൂ. മീറ്ററിന് മേലെ എന്തെങ്കിലും കൂടെ താ സാറേ. അതിനൊരു ചവിട്ടേരം എഴുതാൻ പോടാ. 3 വീലായപ്പോ കണ്ടില്ലേ? അപ്പൊ 4 വീലായിരുന്നു. ആരായിരുന്നു? വീണു ആരെന്നെ പിടിച്ച കയ്യെന്ന് വിടടാ. ആരെന്നെ പിടിക്കണ്ട. അച്ഛൻ ഇഷ്ടമാണ്, മക്കൾക്ക് ഇഷ്ടമാവില്ല, മക്കൾക്ക് ഇഷ്ടമാണ്, അച്ഛൻ ഇഷ്ടമാവില്ല. എന്താ ചെയ്യുക? തലയിലെടുത്ത് തലമുടി പഠിച്ചാ പോവൂ. വലിയ വേദാന്തം പറഞ്ഞ എന്നെ സോപ്പിടല്ലേ.
വീട്ടിലുള്ള തന്തയ്ക്ക് ഉറക്കാത്തവനൊക്കെ എന്നെ കുഴിയിലാക്കിയിട്ടേ ഉള്ളൂ. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. വിടറാ എത്ര മത്സരിച്ചാലും തമ്പി കണ്ടുള്ളൂ വിടില്ല. നോക്കിയോ റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. കാണ്ട പട്ടാളം വീണു. പൊക്ക് പൊക്ക്. ഓ വാളടിച്ച് എന്നെ കൊണ്ട് വയ്യ.